അപ്പോൾ ഇന്ന് നമ്മുടെ ആരുഷിന് ബ്രൂണോയുടെ നഖം തട്ടിയിട്ട് ദേഹത്തൊരു സ്ക്രാച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉണ്ടായ ഉടനെ തന്നെ ആരുഷ് എൻ്റെ അടുത്ത് ഓടി വന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് വന്ന സമയമായിരുന്നു അത്. അപ്പോൾ ഞാൻ ഏട്ടനും കൂടിയിട്ട് അവനെ കൊണ്ട് അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ പോയിട്ടോ. ഏട്ടൻ എന്തായാലും അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ആൾ സൂചി വെക്കണം എന്ന് പറഞ്ഞിട്ട് പേടിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഏട്ടൻ അവൻ്റെ കൈയും പിടിച്ചിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് വാർഡിലേക്ക് പോവുകയാണ്. ഇഞ്ചക്ഷൻ ചെയ്ത് അവർ പുറത്തിറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നേരം ഏട്ടൻ കടയിൽ കയറിയിട്ട് ഒരു 5 മുട്ട ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ടോ. കുട്ടികൾക്ക് വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സിന് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ തീരുമാനിച്ചു മുട്ട മുക്കിയിട്ട് ബ്രെഡ് പൊരിക്കാമെന്ന്. അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ 5 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടോ. അപ്പോൾ ആരുഷിന് ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ സ്ക്രാച്ച് ഉണ്ടാവുന്നത്. ഇങ്ങനെ പൂച്ച ഒരു തവണ മാന്തിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ വീട്ടിൽ ബെല്ല എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ട്. അപ്പോൾ അതിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേമാതിരി മാന്തിയിട്ട് ഹോസ്പിറ്റലിൽ പോയി സൂചി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നേ 6 മാസത്തിനുള്ളിൽ സൂചി വെച്ച കാരണം 2 തവണ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഇനി കുത്തി 3ൻ്റെ അന്നാണ് കേട്ടോ അവന് സൂചി വെക്കേണ്ടത്. അങ്ങനെ ഇതാ മുടമൊക്കെ പൊട്ടിച്ചൊഴിച്ചു. അടുത്തന്നെ മുടത്തോട് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഏട്ടൻ പറഞ്ഞിട്ടാണ്. ഏട്ടന് ഞങ്ങൾക്ക് പ്രാവുണ്ട്. പ്രാവിന് എന്ത് ചെയ്യാനാണ് ഏട്ടന്. അങ്ങനെ ഇതേ പൊട്ടിച്ചൊഴിച്ച് മുടയിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഞാനത് ബീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഈ പക്ഷികളെ മൃഗങ്ങളൊക്കെ വളർത്തുന്നത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് തന്നെ പിള്ളേർക്കും ചെറിയ ആൾക്ക് പ്രത്യേകിച്ചിട്ട് ഈ മൃഗത്തിനൊന്നും വലിയ പേടിയുള്ള കൂട്ടത്തിലില്ല. അതിനകത്തൊക്കെ നന്നായിട്ട് ഇടപെടും. വലിയ മൂത്താൾക്കും ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഇവരൊക്കെ താല്പര്യം കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ പൂച്ചയായാലും നായയായാലും പ്രാവായാലും ലവ് ബേർഡ്സ് ആയാലും ഒക്കെ ഉള്ളത് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കൂടാതെ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്. അങ്ങനെ എന്താ ഞങ്ങൾ ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മോനെ മുടത്തോടെ എടുത്ത് കളിക്കുകയാണ് കേട്ടോ. പിന്നെ അവൻ ബ്രെഡൊക്കെ കവറിൽ നിന്ന് എടുത്ത് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ അതിങ്ങനെ ഒന്നിനും മുകളിൽ ഒന്നും വെച്ചുകൊണ്ട് താഴത്ത് വീണെന്ന് വിചാരിച്ചിട്ട് ഞാനത് നല്ലപോലെ പരത്തി വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ കൂടെ അവനെ സഹായിക്കണ്ടേ. അങ്ങനത്തെ ബ്രെഡൊക്കെ ഞങ്ങളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ ചൂടാക്കാൻ വേണ്ടിയിട്ട്. ചട്ടി ചൂടാകാൻ വേണ്ടി വയ്ക്കുന്നതിനിടയിൽ മോന് ബ്രെഡ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഡാൻസ് ചെയ്യും. ഞാൻ വീഡിയോ എടുക്കുന്നതനുസരിച്ചിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ കുപ്പിയിൽ ഓയിൽ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ലേശമായിട്ട് കുപ്പിയിലേക്ക് ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചട്ടി ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ മോനിടയ്ക്ക് ഇതേമാതിരി അത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുശലങ്ങനെ പറയുമല്ലോ. അങ്ങനെ അപ്പോൾ മൂത്താളും കയറി വന്ന അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ മായോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ആ എണ്ണ കുപ്പിയിലേക്ക് ലാസ്റ്റ് കുറച്ച് കവറിൽ ബാക്കി വെച്ചിട്ട് ആ കുപ്പിയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ആ കവറിലുള്ള ബാക്കി എണ്ണ ഞാൻ ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മോനുണ്ട് കേട്ടോ അടുത്ത. പക്ഷേ അടുപ്പത്ത് ഇങ്ങനെ നോക്കി കാണിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കുറച്ച് എത്തിക്കാൻ കേട്ടോ പോനെ. അതിന് എണ്ണയാണല്ലോ, ചിലപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മുകളിലേക്ക് തെറിക്കുമല്ലോ. അങ്ങനെ ഞാൻ മുട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുടയിൽ ഞാൻ ബ്രെഡ് മുക്കിയിട്ട് പൊരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡ് ആദ്യം ഞാൻ അതിലേക്ക് ഇട്ടിട്ട് പൊരിക്കുകയാണേ. അങ്ങനെ എണ്ണ ചൂടായതുകൊണ്ട് മുട ഇട്ടപ്പോൾ നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എണ്ണ. അങ്ങനെ ബ്രെഡിൻ്റെ അപ്പുറം ഞാൻ മറിച്ചിട്ട് മുരിക്കുകയാണ്. അങ്ങനെ ഓരോ ബ്രെഡ് ഉണ്ടാക്കുമ്പോഴും കുട്ടികൾ വന്നിട്ടായിരുന്നു ചെറിയ പീസൊക്കെ എടുത്ത് കൊണ്ടുപോയി തിന്നുന്നുണ്ട് കേട്ടോ. അവർ പിന്നെ അങ്ങനെയാണല്ലോ, ഇടയ്ക്ക് ഞാനും എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുറത്ത് നല്ല മഴയാണേ. ഈ മഴയത്ത് ആണ് ഞങ്ങളിങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇത് അടുത്തതും ബ്രെഡ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടുന്നതിനനുസരിച്ചിട്ട് കുട്ടികൾ ഓരോന്ന് എടുക്കുന്നുമുണ്ട്. അപ്പോൾ ബ്രൂണോനെ നമ്മളെല്ലാ വാക്സിനേഷനും എടുത്തതാട്ടോ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അത് ഡോക്ടർ അപ്പോഴേ ചോദിച്ചാട്ടെ വീട്ടിൽ വളർത്തുന്ന നായാണെന്നൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. ആന്ന് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു.
അങ്ങനെ 2 ഇഞ്ചക്ഷൻ മതി എന്നാണ് പറഞ്ഞത്. കാരണം ഇതിന് മുന്നേ അവൻ എടുത്തിട്ടുണ്ട്. ഒരു ഡിസംബർ മാസത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രെഡ് ഞാൻ മുക്കി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തെൻ്റെ മോനും നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തിൽ വെക്കാതെ ഇരുന്ന് മോൻ അടുത്ത് ഇരിക്കണോണ്ടാണ് കേട്ടോ പ്ലേറ്റ് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഓരോന്നും മറിച്ചിടുന്നുണ്ട്. അപ്പോൾ മുട്ടത്തോട് എന്താണെന്ന് വെച്ചാൽ പ്രാവിനെ പൊടിച്ചിട്ട് കഴിക്കാൻ കൊടുക്കാനാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിനെന്തോ അസുഖം മാറാൻ അങ്ങനെ എന്തോ എന്തിൻ്റെയോ ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ ഈ മുട്ടത്തോട് കൊടുക്കൽ. അങ്ങനെ എനിക്ക് വിശദമായിട്ട് അറിയില്ല. എന്തായാലും ഏട്ടനോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ അതെ ഒരു ബ്രെഡ് ഞാൻ എടുത്തപ്പോൾ അത് ആകെ തകർന്നു പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അത് പൊരിക്കാൻ നോക്കി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇത് അടുത്ത ബ്രെഡ് വിട്ട് ഇങ്ങനെ പൊരിച്ച് അങ്ങോട്ടൊന്ന് മറിച്ചെടുക്കുക കേട്ടോ. എനിക്ക് എന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ കയ്യിൽ തെറിച്ച്. കാരണം ഒരുപാട് പൊള്ളൽ കിട്ടിയതാണ്. എല്ലാവരും പറയാത്ത ഇങ്ങനെ ഒരുപാട് കിട്ടിയ പേടി മാറുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പേടി കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ മറിച്ചിടുകയാണ്. അങ്ങനെ അതെ മുട്ടൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല ബ്രെഡ് പൊരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് കട്ടൻ ചായ ഉണ്ടാക്കാനാണ് കേട്ടോ. അങ്ങനെ ഈ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കട്ടൻ ചായ ആയിട്ട് ഉണ്ടാക്കാറ്. അങ്ങനെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ട് അതിൻ്റെ മൂടി വെച്ച് പിന്നെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ആദ്യം പഞ്ചസാര ഇടുക. കാരണം എനിക്കറിയാം ഇങ്ങനെ ഇട്ട് ശീലമുള്ളതുകൊണ്ട് എത്ര നമ്മുടെ വീട്ടിൽ എത്ര വേണ്ടതെന്നുള്ള കണക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പഞ്ചസാര അളന്ന് അതിനനുസരിച്ച് മധുരം ഇടും കേട്ടോ. അപ്പോൾ തിളയ്ക്കുമ്പോൾ മധുരം ഇടും. ചിലവർ തിളപ്പിച്ച ശേഷമാണ് കേട്ടോ ചായ റെഡി ആയതിന് ശേഷമാണ് പഞ്ചസാര ഇട്ടിട്ട് കണക്കിന് ഇട്ട് ഇളക്കാറ്. പക്ഷെ ഞാൻ മധുരം ആദ്യം ഇടും കേട്ടോ. എന്നിട്ടാണ് ചായപ്പൊടി ഇടുക. അപ്പോൾ അത് ചായ തിളച്ച് വരുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ചായപ്പൊടി ഇടാൻ പോകും. പഞ്ചസാര ഇട്ടിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചായപ്പൊടി ഇടുകയാണ്. ഇനി ചായപ്പൊടി ഒന്ന് നല്ലോണം തിളയ്ക്കണം കേട്ടോ. ചായ അച്ഛൻ വയനാട് പണിക്ക് പോയപ്പോൾ കൊണ്ടുവന്നിരുന്ന ചായപ്പൊടി കേട്ടോ. അപ്പോൾ ലേശം ഇട്ടാൽ മതി, നല്ല കടുപ്പാണ്. അങ്ങനെ ഞാൻ ചായപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചായ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചായ ഇറക്കി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ചായ നന്നായി തിളക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റവ് ഓഫ് ചെയ്ത് ചായ ഇറക്കി വയ്ക്കുക കേട്ടോ. നമ്മളെപ്പോഴും ഈ അടുപ്പത്ത് നിന്ന് എന്ത് സാധനം ഇറക്കി വയ്ക്കുന്നത് മൂടി വെച്ചിട്ട് ഇറക്കി വയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം പ്രത്യേകിച്ച് വെള്ളമൊക്കെ ആകുമ്പോൾ, ചൂടുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ എടുത്ത് ഇങ്ങനെ വെക്കുന്ന ഫോഴ്സിൽ ചിലപ്പോൾ തെറിക്കും, നമ്മളെ മോന്തയ്ക്കൊക്കെ ആവും. അതിന് നല്ലതാണ് നമ്മൾ മൂടി വെച്ചിട്ട് ഇറക്കി വയ്ക്കണം കേട്ടോ. ഇതിപ്പോൾ ജഗ്ഗിലേക്ക് ഞാൻ ചായ ഒഴിക്കുകയാണ്. അപ്പോൾ ചെറിയ ആൾ ചായ മൂടി വയ്ക്കാൻ പോവാണ്. അതവിടെ നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അതിന് ചൂട് ചായയും അതും കട്ടൻ ചായയും ബ്രെഡ് മുക്കി പൊരിച്ചതും കൂട്ടി അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ടാറ്റാ.